അള്ളാന്റെ റസൂല് പറയുന്നു, കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഏതാ? നിന്റെ മോളെ കെട്ടിച്ചപ്പോൾ നിന്റെ പൊന്നാര അനുജൻ തന്നത് 50,000 രൂപയാ. അപ്പൊ കണക്ക് കൂട്ടി വെക്കും, ഭാര്യയോട് പറയും, എടി അനുജൻ തന്നത് 50,000 രൂപ, അവന്റെ മോളെ കെട്ടിക്കുമ്പോഴും ഞാൻ 50,000 കൊടുക്കുള്ളൂ. അതാണ് നമ്മുടെ സ്റ്റൈൽ. എന്റെ വീട് പുനരാമസത്തിന്റെ 10,000 കുണുവ എന്നാണ് പറയാ. കുറഞ്ഞു പോകുമ്പോ കളിയാക്കാൻ വേണ്ടി 10,000 കുണുവയാണ് തന്നത്, അതുകൊണ്ട് ഞാൻ തിരിച്ചും 10,000 തന്നെ കൊടുക്കുള്ളൂ. ഇത് കുടുംബബന്ധമല്ല, ഇത് കുടുംബബന്ധമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലൈസൽ വാസിലു ബിൽ മുകാഫി വലാകിന്നൽ വാസിലു അല്ലദീ ഇദാ ഖതഅത റഹിമഹു വസലഹാ. ആരംഭ റസൂൽ പറയുന്നു, കുടുംബബന്ധമെന്ന് പറഞ്ഞാൽ എന്തെന്ന് നിങ്ങൾക്കറിയോ? കുടുംബബന്ധമെന്ന് പറഞ്ഞാൽ എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആരംഭ റസൂൽ പറയുന്നു, പ്രത്യുപകാരം ചെയ്യലല്ല, എനിക്ക് ചെയ്തത് തിരിച്ചു ചെയ്തതല്ല, എനിക്ക് തമ്മിൽ തിരിച്ചു കൊടുക്കലല്ല, എന്റെ വീട്ടിൽ വന്ന് തിരിച്ചു പോകലല്ല. പിന്നെയോ കുടുംബബന്ധമെന്നുകൊണ്ടുകൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നതെന്തെന്നറിയോ? ഇദാ ഖതഅത റഹിമഹു വസലഹാ. നിന്നോട് ആരെങ്കിലും പിണങ്ങിയാൽ ആ ബന്ധത്തെ സലാം പറഞ്ഞ് ചേർക്കലാണ്. നിന്നോട് പിണ്ടില്ല എന്ന് പറഞ്ഞ് പിണങ്ങി ആരെങ്കിലും കഴിഞ്ഞാൽ അവരുടെ അടുത്തേക്ക് പോയി സലാം പറഞ്ഞ് ഇണങ്ങുന്നതിനാണ് കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മലബാറിന്റെ സഹോദരങ്ങള്, പ്രത്യുപകാരം ചെയ്യലല്ല, തിരിച്ചു ചെയ്യലല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സാക്ഷി നിർത്തിയിട്ട് നബി തങ്ങൾ പഠിപ്പിച്ചു, നിന്നോട് പിണങ്ങിപ്പോയാൽ അവരോട് പോയി സലാം പറയുക. അല്ലെങ്കിൽ നിനക്ക് സ്വർഗമില്ല, അല്ലെങ്കിൽ നിനക്ക് പുണ്യമില്ല, അല്ലെങ്കിൽ നിനക്ക് അല്ലാഹുവിന്റെ പൊരുത്തമില്ല. ഒരു സഹാബി കരഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ ഹളറത്തിലേക്ക് ഓടി വരികയാണ്. യാ റസൂലല്ലാഹ്, അകന്നുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളുടെ ഭവിഷ്യത്തിനെ കുറിച്ച് ഇന്നലെ ഇശാ നമസ്കാരത്തിന് ശേഷം അവിടുന്ന് നടത്തിയ പ്രഭാഷണം കേട്ട് വീട്ടിലേക്ക് പോയ പാവപ്പെട്ടവനാ നബിയെ ഞാൻ. ഇശാ നമസ്കാരത്തിന് ശേഷം അവിടുന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, ആ ബന്ധങ്ങൾ അകന്നുകൊണ്ടിരുന്ന കിട്ടുന്ന പണിഷ്മെന്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, അദാബുകളെ കുറിച്ച് പറഞ്ഞല്ലോ. അത് കേട്ടിട്ട് ഭയന്നുകൊണ്ട് പോയവനാണ് നബിയേ. എന്നിട്ട് ഞാൻ പിണങ്ങിയിരിക്കുന്ന എന്റെ കുടുംബക്കാരുടെ മുമ്പിലേക്ക് പോയി, റസൂലേ, എനിക്ക് വിവരം കുറവാ നബിയേ, എനിക്ക് സാമ്പത്തികം കുറവാ നബിയേ, എന്നെ ആരും പരിഗണിക്കൂല, ഏത് കുടുംബത്തിന് ചെന്ന് കയറിയാലും എന്നെ കുറ്റപ്പെടുത്തി മാറ്റി വെക്കുകയാണ്, എവിടെ ചെന്നാലും എന്നെ കളിയാക്കി ഓട്ടിച്ചു വിടുകയാണ്, എന്റെ ബന്ധുക്കളൊക്കെ എന്നോട് പിണങ്ങിക്കഴിയുകയാണ്. അതുകൊണ്ട് നബിയേ, പിണങ്ങിയിരുന്നാലും നരകത്തിൽ പോകുമെന്ന് പേടിച്ചിട്ട് പിണങ്ങിക്കഴിയുന്ന കുടുംബത്തിന്റെ മുമ്പിലൊക്കെ ഞാൻ പോയി നബിയേ. അസ്ലുഹും വയക്കുതൗനി. ഞാൻ ചെന്നപ്പോ ഒരുപാട് ആളുകൾ വാതിൽ കൊട്ടിയടച്ചു നബിയേ, ഞങ്ങളെ വീട്ടിലേക്ക് കയറണ്ടാന്ന് പറഞ്ഞു നബിയേ. ഞാൻ അവർക്ക് സുഖമില്ലാതെ കിടന്നപ്പോ എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുപോയി നബിയേ. ബഹുസിനിയിലേക്കും ഞാനങ്ങനെ ഗുണം ചെയ്തു നബിയേ. ഒരു സീബോനയിലയ്യ, ഞാൻ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം എന്റെ മുഖത്തേക്ക് അവർ വലിച്ചെറിഞ്ഞു നബിയേ. എന്നെ വെറുത്തുപോയി നബിയേ. എന്റെ കുടുംബക്കാരനെ അടുപ്പിക്കുന്നില്ല നബിയേ. മൂർഖനാട് സരസിൽ വന്ന എത്രയോ ബന്ധുമിത്രാദികൾ ഉണ്ടാകും. ശരിയാണ് ഉസ്താദ്, ഇന്ന് ഉസ്താദ് പറയുന്ന സുഹാബിയുടെ അവസ്ഥയാണ് എനിക്കുമുള്ളത്. എന്നെയും ബന്ധുക്കൾ എങ്ങനെയാ കാണുക? എടുക്കാത്ത നാലണത്തുട്ടുപോലെ, എടുക്കാത്ത പൈസ പോലെ, എടുക്കാത്ത അണത്തുട്ടുപോലെ എന്നെ ചവിട്ടിത്തേക്കുകയാണ്. ഒരു മരണ വീട്ടിൽ ഞാൻ ചെന്നാൽ എന്നെ പരിഗണിക്കൂല, ഒരു കല്യാണ വീട്ടിൽ ഞാൻ ചെന്നാൽ എന്നെ പരിഗണിക്കൂല. അങ്ങനെ വിഷമിച്ചു കഴിയുന്നവരെ നിങ്ങളെപ്പോലെ വിഷമിച്ചു പൊട്ടിക്കരുന്നുകൊണ്ട് ആ സഹാബി നബി തങ്ങളുടെ ഹളറത്തിൽ വന്നു പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ മനസ്സുവല്ലാതെ തകർന്നു പോയി നബിയേ. ഞാൻ നരകത്തിൽ പോവോ നബിയേ? എനിക്കകലുന്നത് ഇഷ്ടമല്ല നബിയേ. എന്റെ വിവരക്കേട് കൊണ്ട് എന്തെങ്കിലും ഞാനൊന്ന് പറഞ്ഞു പോയാ എന്റെ ബന്ധുക്കൾ അപ്പോഴേ എന്നോട് പിണങ്ങുകയാണ്. ഞാൻ പൊരുത്തം ചോദിച്ചിട്ട് തരുന്നില്ല നബിയേ. ഞാൻ ഇണങ്ങാൻ വേണ്ടി ചെന്നിട്ട് എന്നെ പരിഗണിക്കുന്നില്ല റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ ഈ സങ്കടത്തിന്റെ ഹർജ കേട്ടിട്ട് പ്രവാചകർ പറയുന്നു, ഇൻകുന്ത കമാ ഖുൽത, നീ പറഞ്ഞതുപോലെയാണ് കാര്യം,
നീ പറഞ്ഞതാണ് ശരിയെങ്കിൽ നരകത്തിന്റെ കനൽക്കട്ട എരിഞ്ഞു നീറുന്ന വെണ്ണീറുണ്ടല്ലോ, ആ വെണ്ണീർ അവർ തിന്നുന്നതിന് സമാനമാണടാ. നീ സങ്കടപ്പെടണ്ട, അവർക്ക് നരകമാണ്. നീ അവരോട് ഇണങ്ങാൻ ചെല്ലുമ്പോ നിന്നെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിന്നോട് ആരൊക്കെ പിണങ്ങുന്നുണ്ടോ അവരൊക്കെ നരകം മാടി വിളിക്കുന്നടാ. അതുകൊണ്ട് നിനക്ക് പ്രശ്നമില്ല. നീ അങ്ങോട്ട് സലാം പറഞ്ഞിട്ട് സലാം അടക്കാത്ത ബന്ധുക്കളാണെങ്കിൽ, നീ മിണ്ടാൻ ചെന്നിട്ട് ഇണങ്ങാൻ ചെന്നിട്ട് നിന്നെ വാതിൽ കൊട്ടിയടച്ച് ആട്ടിയോടിച്ചവരാണ് നിന്റെ ബന്ധുക്കളെങ്കിൽ നീ വേദനിക്കണ്ട. അവർക്കാണ് നരകമെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ. പിന്നെ എന്തിനാണ് ഹജ്ജിന് പോകുന്നത്? പിന്നെ എന്തിനാണ് ഉംറയ്ക്ക് പോകുന്നത്? നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ച് ഹജ്ജിന് പോകുമ്പോ മട്ടൻ ബിരിയാണി കൊടുക്കുകയാണ്. സ്വന്തം കൂടപ്പുറപ്പിൽപ്പെട്ട പെങ്ങളരാ 3 കിലോമീറ്ററിനപ്പുറത്ത് ചെറിയ വീട്ടിന്റെ അകത്തിരുന്ന് പൊട്ടിക്കരയുന്നു. ബന്ധുക്കൾ ഓടിക്കുന്നുണ്ട് കരയുന്നത്. എന്റെ ഇക്ക ഇന്ന് ഹജ്ജിന് പോകുന്നു, എന്നോടൊരു വാക്ക് പറഞ്ഞില്ല. നാട് മുഴുവനും ഓടി നടന്നു വിളിച്ചു വിളമ്പി ഭക്ഷണം കൊടുത്തു, ഒരു വാക്കെന്നോട് പറഞ്ഞില്ല. ഒരു കരണ്ട് ചോറിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് തന്നില്ല. അങ്ങനെ കൂടപ്പുറപ്പ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഏത് കാവാലയം പുണ്യവെള്ളം കൊണ്ട് കഴുകാനാണോ കപടമുഖവുമായി പടച്ചവന്റെ ഭൂമിയിലേക്ക് നീ പോകുന്നത്? അല്ലാഹു സ്വീകരിക്കൂല്ല, അല്ലാഹു സ്വീകരിക്കൂല്ല. എന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഞാനും എന്റെ പ്രിയപ്പെട്ട ഭാര്യയും നമ്മുടെ മക്കൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നോക്കി നിൽക്കലുണ്ട്. എന്ത് രസമാണെന്നറിയോ മക്കൾ പരസ്പരം കളിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുവേ, മക്കളുടെ മനസ്സല്ലേ, സ്നേഹത്തിന്റെ മനസ്സല്ലേ? ശ്രീമാനിക്കയുടെ പ്രിയപ്പെട്ട പൊന്നുമകൻ മണ്ണാർക്കാടുള്ള ഇളയ മകൻ വന്ന് ഈ സ്റ്റേജിൽ വന്ന് സലാം പറയുമ്പോ എന്റെ മക്കളെയാ ഞാൻ ഓർത്തുപോകുന്നത്. മക്കൾ നമുക്കൊരു ദൗർബല്യമാണ്, നമ്മുടെ മനസ്സിനെ കീഴടക്കുന്നവരാണ്. അവരുടെ കളി കാണുമ്പോ, ചിരി കാണുമ്പോ, അവിടെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോ രോമാഞ്ചമാണ്. ഞാനും എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയും പലപ്പോഴും ഞാൻ വീട്ടിലുള്ളപ്പോ നമ്മുടെ മക്കളുടെ കളിവിനോദം ഇങ്ങനെ നോക്കിയിരിക്കലുണ്ട്. ആ സമയത്ത് കുഞ്ഞുവാവൊന്ന് മറഞ്ഞു വീഴുമ്പോ ജ്യേഷ്ഠനോടി വരികയാണ്. വാടേ കരയല്ലേത് പറഞ്ഞ് പൊടികെട്ടി കൊടുക്കുകയാണ്. ജ്യേഷ്ഠന്റെ വിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് അനുജനിങ്ങനെ നടന്നു കളിക്കുകയാണ്. അല്ലാഹുവേ, ഇതുപോലെ കളിച്ചവരല്ലേ, ഇതുപോലെ കളിച്ചവരല്ലേ നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പുകൾ. ഇന്ന് ജ്യേഷ്ഠനും അനുജനും കണ്ടാൽ കീരിയും പാമ്പും പോലെയാണ്. മദ്രസയിലേക്ക് പോകുമ്പോ ഉമ്മച്ചി ഒരു കുടയല്ലേ തന്നു വിട്ടിരുന്നത്. പേമാരി തകർത്ത് വിമർത്ത് പെയ്യുമ്പോ അനുജൻ കുട പിടിക്കുമ്പോ ജ്യേഷ്ഠൻ കുട പിടിക്കുമ്പോ അനുജനും കൂടി ചേർന്ന് പോയില്ലേ, നനയല്ലേ? നനഞ്ഞാൽ ഉമ്മച്ചി വഴക്ക് പറയുമെന്ന് പറഞ്ഞ് പൊന്നാര അനുജനെ ചേർത്ത് വെച്ചുകൊണ്ട് കുടക്കീടില് മദ്രസയിലേക്ക് നടന്നു പോര ബന്ധപ്പോ തകർക്കാൻ കടന്നു വന്നത് പണമാണോ? അതല്ല ഭാര്യയാണോ? അതല്ല പത്രാസാണോ? അതല്ല സ്ഥാനമാനങ്ങളാണോ? എന്ത് തന്നെയാണെങ്കിലും ദൂരേക്ക് വലിച്ചെറിയുക. അല്ലാഹു തന്ന ബന്ധത്തെ തകർക്കാൻ ഞാൻ ഒരുക്കമല്ല. അങ്ങനെ ഒരുങ്ങിയാലുള്ള എന്നെ തകർക്കുമെന്ന് ഗൗരവത്തോടെ ചിന്തിച്ചിട്ട് മടങ്ങി വന്നോ.